ഫിലിം സൊസൈറ്റികളാണ് ചലച്ചിത്രകാരരെ സൃഷ്ടിക്കുന്നതെന്ന് ഷെരീഫ് ഈസ. ഇപ്പോഴത്തെ കുട്ടികളുടെ IQ ലെവൽ വളരെ ഹൈ ആണ്. അത് നിലനിർത്തണമെങ്കിൽ പ്രോട്ടീനും കാൽസ്യവും അടങ്ങിയ ശുദ്ധമായ പശുവിൻ പാൽ ദിവസവും കൊടുക്കും. നിങ്ങൾ കഴിക്കണം. ജനതയുടെ പാലും നെയ്യും ഭക്ഷണത്തിന്റെ ഭാഗമാക്കണം. ഓപ്പൺ ഫ്രെയിമിനെ പോലുള്ള ഫിലിം സൊസൈറ്റികളാണ് വലിയ അന്താരാഷ്ട്ര മേളകളിൽ പങ്കെടുക്കാൻ സാധിക്കാത്ത തന്നെ പോലുള്ളവർക്ക് ചലച്ചിത്ര വിദ്യാഭ്യാസം നൽകിയതെന്ന് പ്രസിദ്ധ ചലച്ചിത്ര സംവിധായകൻ ഷെരീഫ് ഈസ അഭിപ്രായപ്പെട്ടു. ഫിലിം സൊസൈറ്റികൾ തന്നെ പോലെയുള്ള സാധാരണക്കാർക്ക് ആത്മവിശ്വാസത്തോടെ ചലച്ചിത്ര മേഖലയിലേക്ക് കടക്കാനുള്ള ദൃശ്യ സാക്ഷരത നൽകിയെന്നും ആ കൈമുതൽ ഒന്നുകൊണ്ടാണ് പിന്നീട് പല അന്താരാഷ്ട്ര ചലച്ചിത്രോത്സവങ്ങളിലേക്കും സ്വന്തം സിനിമകളുമായി പങ്കെടുക്കാൻ സാധിച്ചതെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. പയ്യന്നൂർ ഓപ്പൺ ഫ്രെയിം ഫിലിം സൊസൈറ്റി സംഘടിപ്പിക്കുന്ന ഷോർട്ട് ഹൈക്കു ചിത്രങ്ങളുടെയും ഡോക്യുമെന്ററികളുടെയും പ്രദർശനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. എൻ്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പഠന സ്കൂൾ തന്നെയായിരിക്കും ഓപ്പൺ ഫ്രെയിം എന്ന് പറയുന്നതിൽ അത്ഭുതമില്ല. ആദ്യമായി ഞാൻ ഒരു അന്താരാഷ്ട്ര മേളയിൽ പങ്കെടുത്തത് അതുവരെ എനിക്ക് അങ്ങനെയുള്ളൊരു മേളയിൽ പങ്കെടുക്കാൻ വേണ്ടി സാധിച്ചില്ല. ഇവിടെ നിന്നൊക്കെ കണ്ട സിനിമയുടെ അനുഭവത്തിൽ ഒരു സിനിമ ചെയ്യുകയും അങ്ങനെ ആ സിനിമ ആദ്യമായി കൊൽക്കത്ത ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ തെരഞ്ഞെടുത്തപ്പോൾ 24ാമത് കൊൽക്കത്ത ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ തെരഞ്ഞെടുത്തപ്പോൾ ആണ് ആദ്യമായി ഒരു ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലിൽ പങ്കെടുക്കുന്നത്. ആ സിനിമ അവിടെ സെലക്ട് ചെയ്തപ്പോൾ പയ്യന്നൂർ കൈരളി മിനി ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്ന പരിപാടിയിൽ ഓപ്പൺ ഫ്രെയിം പ്രസിഡന്റ് കെ രാമചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. പാലക്കാട് ഇൻസൈറ്റ് ക്രിയേറ്റീവ് ഗ്രൂപ്പ് പ്രതിനിധികളായ മേതിൽ കോമളൻകുട്ടി, KV വിൻസെന്റ്, P പ്രേമചന്ദ്രൻ, R നന്ദലാൽ എന്നിവർ സംസാരിച്ചു. തുടർന്ന് ഹൈക്കു സിനിമകളുടെയും ഹ്രസ്വ ചിത്രങ്ങളുടെയും പ്രദർശനവും നടന്നു. ഇന്ന് ബുധനാഴ്ച മേളയിൽ ഫിലിം സൊസൈറ്റി ഫെഡറേഷൻ കേരള ഘടകം സംഘടിപ്പിക്കുന്ന സയൻസ് ചലച്ചിത്രമേളയിൽ സമ്മാനാർഹമായ ഹ്രസ്വ ചിത്രങ്ങളും ഡോക്യുമെന്ററികളും പ്രദർശിപ്പിക്കും. ന്യൂസ് ബ്യൂറോ, പയ്യന്നൂർ. ശ്വാസം വലിച്ചുവിട്ടെ. എത്ര വയസ്സ് വരെ പാൽ കൊടുത്തു? 1 വയസ്സ് വരെ. കണ്ടില്ലേ, ഇപ്പോഴത്തെ കുട്ടികളുടെ IQ ലെവൽ വളരെ ഹൈ ആണ്. അത് നിലനിർത്തണമെങ്കിൽ പ്രോട്ടീനും കാൽസ്യവും അടങ്ങിയ ശുദ്ധമായ പശുവിൻ പാൽ ദിവസവും കൊടുക്കും. ഇപ്പൊ ജനതാ പാൽ എല്ലായിടത്തും ഉണ്ടല്ലോ. നിങ്ങൾ കഴിക്കണം. ജനതയുടെ പാലും നെയ്യും ഭക്ഷണത്തിന്റെ ഭാഗമാക്കണം. ആരോഗ്യമുള്ളവർക്കേ നാളെയുള്ളൂ.